പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്ലോത്ത് ഡ്രയർ സ്റ്റാൻഡാണ്. ഒരു മിനിമം ഒരു ചെറിയൊരു ഫാമിലിക്ക് കൺഫേം ആയിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഇപ്പം വീട്ടിൽ എല്ലാവരും താമസിക്കുന്ന വീട്ടിലായിരിക്കണം എന്നില്ല. പിന്നെ തുണിയൊക്കെ വെയിലത്തിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു സജ്ജീകരണം എല്ലാവർക്കും ഇല്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചെറിയൊരു ഫാമിലി ആയാലും ഒരു എന്താ പറയണ്ടേ, ചെറിയ റൂമിൽ ഇപ്പം താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് തുണി ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വാഷിംഗ് മെഷീൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലൊരു സ്റ്റാൻഡാണ്. നിങ്ങൾക്കിപ്പം ഇതിലൂടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ടാവും എത്രമാത്രം തുണി ഇതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുമല്ല, ഞാനിത് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 4 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാനിതിൻ്റെ ഫുൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ പീസാണ് അതിലുള്ളതെന്ന്, എത്രമാത്രം തുണി അതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ടെന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതിന് 3 ലെയറായിട്ടാണ് കിടക്കുന്നത്. 3 തട്ടിൽ ഒരുപാട് തുണി ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഏറ്റവും ടോപ്പ് പോർഷനിൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സും പിന്നെ സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ താഴേക്ക് ടവൽസ്, ബനിയനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തോർത്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു പോർഷൻ പോലും നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണി അതിൻ്റെ അകത്ത് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നിങ്ങൾക്കറിയാം. ഷർട്ട് ഹാങ് ചെയ്തിടാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ചെറിയ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സൈഡിൽ പോലും ഒരു ഹുക്കുണ്ട്. ഈ ഹുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ എന്തെങ്കിലും ഷർട്ടൊക്കെ ഹാങ് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഹാങ്ങർ വെച്ചിട്ട് എന്തെങ്കിലും രീതിയിലേക്കുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. തുണിയൊക്കെ വേണമെങ്കിൽ കൊളുത്തിടാം, ചെറിയ കർച്ചീഫ് കാര്യങ്ങൾ, അതേപോലത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിലെന്ത് ചെയ്താൽ ഹോൾഡ് ചെയ്തിടാം. ഈ ഹോൾഡ് ചെയ്തിടുന്ന ഒരു പോർഷനാണ് ഈ കാണിച്ചത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷർട്ട് അങ്ങനെയല്ല എന്തെങ്കിലും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാംഗറിൽ കൊളുത്തിയിട്ട് അതിലും വേണ്ടിയിട്ട് ഇടാം. അപ്പുറത്തെ സൈഡ് ഞാനത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പുറത്തിടുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കിയിട്ട് തന്നെ വെക്കേണ്ടി വരും. കാരണം ഇത് ഒരു പോർഷനായിട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് ഈ ഒരു പോർഷനൊക്കെ മടക്കി വെക്കാൻ പറ്റുന്ന സൈഡാണ്. നിങ്ങൾക്കത് ഇതിൻ്റെ ഫസ്റ്റത്തെ സ്ക്രീനിലുള്ള നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഇത് എവിടെയാണെങ്കിലും റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചക്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അത് റോൾ ചെയ്ത് കൊണ്ടുപോയിട്ടിടാം. നമുക്ക് ബാൽക്കണിയിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റോൾ ചെയ്ത് അവിടത്തേക്ക് എത്തിച്ച്, നമുക്കവിടെ വെയിൽ കിട്ടുന്ന ഒരു പോർഷൻ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് രാവിലെ വെയിൽ കിട്ടുന്ന സ്ഥലത്തല്ല വൈകുന്നേരം വെയിൽ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാം ഈസി ആയിട്ട്. ഈ പോർഷനൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷർട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും പോർഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ഒരുപാട് തുണി ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇട്ടിട്ട് കാണുന്നുണ്ട്. ഈസി ആയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണക്കിയെടുക്കാം. ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഓൾമോസ്റ്റ് 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു കുഴപ്പം എനിക്ക് അധികം ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ പുറത്ത് തന്നെ ഇടുന്നതാണ്. അതുകൊണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇത് ഏകദേശം ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് റോൾ ചെയ്യുന്നതാണോ, നിങ്ങൾക്കിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും. ചെറിയൊരു എന്താ പറയണ്ടേ, ഒരു വിരലിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അത്രയും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണിത്. ഇനിയുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഒരുപാട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ വാങ്ങിക്കുമ്പോൾ നല്ല തന്നെ നോക്കി വാങ്ങിക്കുക. കാരണം ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 4 വർഷമായി. ഈ 4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം തുണികൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടും ഹെവി ആയിട്ടുള്ള, ഇപ്പോൾ ജീൻസിൻ്റെ പാൻറ്റൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അതേപോലെ ഷർട്ട്, മുണ്ട്, ലുങ്കി, അതൊക്കെ വെള്ളം നനഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ ഇത് വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിത് കാണിച്ചു തരാം, എപ്പോഴാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ വാങ്ങിച്ച ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് 4 വർഷം മുന്നേ ആണ്. അപ്പോൾ നമ്മൾ മൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. മൈ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി സെർച്ച് ചെയ്യാം.
ഓർഡേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ ഇതിൽ ഫ്ലിപ്കാർട്ട് വഴി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. എൻ്റെ കയ്യിലുണ്ടായത് പൊട്ടിപ്പോയതുകൊണ്ട് പിന്നെ ഡാമേജ് ആയതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലോഡിംഗ് ആണ്, കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇന്നും കുറച്ചും കൂടി താഴേക്ക് പോയി നോക്കാം. ഒരു ഓൾമോസ്റ്റ് 2019 അല്ലെങ്കിൽ 2018 ആയിരിക്കും ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഒരുപാട് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ് 100 രൂപ 99 രൂപയുടെ പർച്ചേസ് മുതൽ 13,000 15,000 രൂപയൊക്കെ ഉണ്ട്. എനിക്ക് ഇതേവരെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട്. ചിലത് പ്രശ്നം വന്നിട്ടുണ്ട്, അത് ഞാൻ അവരെ കസ്റ്റമർ കെയറൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ ഫുള്ള് ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ 2020 ആയി. ഒരു 2019 അല്ലെങ്കിൽ ഒരു 2022 2019 2018 ആ ഒരു റേഞ്ചിലുള്ള ഒരു കാലയളവിലായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എത്താൻ 2019 എത്തി. 2018 എത്തിയിട്ടുണ്ട്. 2018 നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക. 2019 ജനുവരി 2 ഇത് ഡെലിവറി ആയിട്ടുള്ളത്. അപ്പോൾ 2018 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. 2018 ഓർഡർ ചെയ്തിട്ട് ഡിസംബർ 18 ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. 28 ഡിസംബർ 2018 ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ 2019 ജനുവരിയിൽ ഈ പ്രൊഡക്റ്റ് എനിക്ക് റിസീവായി. ഇതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്ര രൂപ 1399 രൂപയാണ് ഞാൻ വാങ്ങിക്കുമ്പോഴുള്ളത്. ഇതിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 1399 രൂപ. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഞാൻ ആ രീതിയിൽ കണ്ടിട്ട് തന്നെയാണ് ഞാനിത് ഓർഡർ ചെയ്തതും. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. നല്ല രീതിയിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ അത്രയൊന്നും റിവ്യൂസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ അതൊരു ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ എങ്ങനെയാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.